പരിശുദ്ധമായ ഖുർആനിൽ പശു അധ്യായം എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്, സൂറത്തുൽ ബഖറ. ഏത് പശുവാണത്? അതൊരു കുട്ടി നോക്കിയ ഒരു പശുവാണ്. അതിൽ ആ പശുവിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. മൂസ നബി അലൈഹിസ്സലാമിൻ്റെ കാലക്കാരനായ ഒരു കുട്ടി, അദ്ദേഹത്തിൻ്റെ വാപ്പ അദ്ദേഹത്തെ നന്നായി സ്നേഹിക്കുകയും നോക്കി വളർത്തുകയും ചെയ്തു. വാപ്പാക്കൊരു പശു ഉണ്ടായിരുന്നു. വാപ്പ മരിക്കണ സമയത്ത് ചെറിയ കുട്ടിയായതുകൊണ്ട് പശുവിനെ നോക്കാൻ മാത്രമൊന്നും പ്രായമായിട്ടില്ല. അപ്പോൾ ഈ പശുവിനെ വാപ്പ ഒരു കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയാണ്. ഉപേക്ഷിക്കുന്ന സമയത്ത് ഇങ്ങനെ ദുആ ചെയ്തു, അല്ലാഹുവേ, എൻ്റെ കുട്ടിക്ക് പ്രായപൂർത്തിയായി ഈ പശുവിനെ പരിപാലിക്കാൻ കഴിവുണ്ടാകുന്ന സമയത്ത് ഈ പശുവിനെ എൻ്റെ കുട്ടിക്ക് നീ തിരിച്ചു നൽകണമേ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഒരു വാപ്പ ഒരു പശുവിനെ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയാണ്. അങ്ങനത്തെ ഒരു പശുവിൻ്റെ കഥ 1-2 വാക്കുകളിലായി സൂറത്തുൽ ബഖറയിലുണ്ട് എന്നതാണ് വലിയൊരു സൂറത്തിന് പശു അധ്യായം എന്ന് പേരിടാണ്ടായ കാരണം. അതിൽ ചെറിയ 1-2 വാക്കുകൾ ഈ കുട്ടിനെക്കുറിച്ചും ആ കുട്ടിൻ്റെ പശുവിനെക്കുറിച്ചും ഉണ്ട്. ഒരു സൂറത്ത് അല്ലെങ്കിൽ ഒരു അധ്യായത്തിന് പേര് വെക്കുക ആ അധ്യായത്തിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ്. അങ്ങനെയുള്ള ഒരു പശുവിനെക്കുറിച്ച് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഉമ്മയെ സ്നേഹിച്ചുകൊണ്ട്, ഉമ്മയെ സേവിച്ചുകൊണ്ട് ആ കുട്ടി ദീർഘകാലം ജീവിച്ചു. വാപ്പാക്ക് രോഗിയായി വാപ്പ മരണപ്പെട്ടു. ഉമ്മയെ സേവിച്ചുകൊണ്ട് ആ കുട്ടി അങ്ങനെ കഴിഞ്ഞുകൂടി. ഉമ്മയും മരണപ്പെടുന്ന സമയത്ത് മോനെ വിളിച്ചിട്ട് പറയാണ്, മോനെ, എൻ്റെ വാപ്പാക്കൊരു പശു ഉണ്ടായിരുന്നു. നിൻ്റെ വാപ്പ മരണപ്പെടുന്നതിന് മുമ്പായി ആ പശുവിനെ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മോന് കാട്ടിൽ പോയിട്ട് ആ പശുവിനെ വിളിക്കണം. വിളിക്കുമ്പോൾ ആ പശു നിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരും. അപ്പോൾ നീ ആ പശുവിനെയും കൂട്ടിയിട്ട് മടങ്ങി വരണം. ഉമ്മ പറഞ്ഞതുപോലെ കുട്ടി കാട്ടിൽ ചെന്ന് തൻ്റെ വാപ്പ കാട്ടിൽ വിട്ട പശുവിനെ വിളിക്കുകയാണ്. ആ സമയത്ത് കണ്ടാൽ തന്നെ പേടിയാവുന്ന രൂപത്തിലുള്ള ഒരു വലിയ പശു കാട്ടിൽ നിന്നിറങ്ങി വരുന്നു. കുട്ടി ആ പശുവിനെയും കയറിട്ടുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി. ഉമ്മ പറഞ്ഞു, മോനെ, നിനക്ക് ഈ പശുവിനെ ഇപ്പോൾ നോക്കി വളർത്താനൊന്നും സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ മരിക്കുന്നത് വരെ നീ ഇതിനെ നോക്കുക. അതിൻ്റെ ഇടക്ക് ബുദ്ധിമുട്ടാകുകയാണെങ്കിൽ നീ ഈ പശുവിനെ കൊണ്ടുപോയി വിറ്റോ. പക്ഷെ വിൽക്കണ സമയത്ത് ഈ എന്നോടൊന്ന് വിവരം പറയണം എന്ന് പറഞ്ഞു. അയാൾക്ക് ആ പശുവിനെ നോക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ അത് അങ്ങാടിയിൽ വിൽക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഞാൻ നമ്മുടെ പശുവിനെ വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെനിക്ക് പ്രത്യേകമായ വല്ല നിർദ്ദേശങ്ങളും തരാനുണ്ടെങ്കിൽ തരണം. ഉമ്മ പറഞ്ഞു, മോനെ, എത്ര രൂപക്കാണ് നീ ഈ പശുവിനെ വിൽക്കുക എന്ന് ചോദിച്ചു. അതിൽ കുട്ടി ഒരു വില പറഞ്ഞു. ഞാനൊരു ഉദാഹരണത്തിനൊരു വില അറിയാണ്, ഒരു 100 ദിർഹമേ ഞാനിത് വിൽക്കും. കുട്ടി ഈ പശുവിനെയുമായി ഇങ്ങനെ അങ്ങാടിയിലേക്ക് പോകുന്ന സമയത്ത് ഒരാളെ കണ്ടു. അയാൾ ചോദിച്ചു, ഈ പശുവിനെ വിൽക്കാനുള്ളതാണോ എന്ന് ചോദിച്ചു. അതേ, വിൽക്കാനുള്ളതാണ്. എന്താ വില തരേണ്ടതെന്ന് ചോദിച്ചു. 100 ദിർഹംസ് തരണം എന്ന് പറഞ്ഞു. അയാൾ ചോദിച്ചു, ഞാൻ ഒരു 200 ദിർഹം തരട്ടെ എന്ന് ചോദിച്ചു. ആ കുട്ടി പറഞ്ഞു, അതിൻ്റെ ഉമ്മാടൊന്ന് ചോദിച്ചിട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പശുവിനെയും കൈ പിടിച്ചിട്ട് കയറ് പിടിച്ചിട്ട് ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് ഉമ്മാട് ചോദിച്ചു, ഉമ്മ, പശുവിനൊരു കച്ചവടക്കാരൻ വന്നിരുന്നു, 200 ദിർഹംസ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൊടുക്കട്ടെ ചോദിച്ചു. മോനെ, 100-നേക്കാൾ എത്രയോ വലുതാണല്ലോ 200, കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. ഇനി 200-നല്ലാത്തൊരു വിലക്ക് വിൽക്കുകയാണെങ്കിൽ ഉമ്മാടൊന്ന് വിവരം പറയണം കേട്ടോ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. വഴിയിൽ വെച്ച് മറ്റൊരാളെ കണ്ടു. പശുവിനെ വിൽക്കാനുള്ളതാണോ എന്ന് ചോദിച്ചു. അതേ, വിൽക്കാനുള്ളതാണ്. എന്താ തരേണ്ടി ചോദിച്ചു. 200 ദിർഹംസ് തരണം എന്ന് പറഞ്ഞു. ഞാൻ ഒരു 300 ദിർഹം തരട്ടെ ചോദിച്ചു. അതിൻ്റെ ഉമ്മാടൊന്ന് ചോദിച്ചിട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്ന് വീണ്ടും ഉമ്മാട് ചോദിക്കുകയാണ്, ഉമ്മ, പശുവിനൊരു കച്ചവടക്കാരനെ കണ്ടിരുന്നു, 300 ദിർഹം പറഞ്ഞിട്ടുണ്ട്, കൊടുക്കട്ടെ ചോദിച്ചു. ഓ മോനെ, 200-നേക്കാൾ എത്രയോ കൂടുതലാണ് 300, കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല.
ഇനി തീരുമാനത്തിൽ മാറ്റം വരുമ്പോൾ ഒന്ന് ഉമ്മാട് വിവരം പറയുന്നുണ്ട് കേട്ടോ പറഞ്ഞു. മടങ്ങിപ്പോകുമ്പോൾ മൂന്നാമത്തെ ഒരാളെ കണ്ടു. പശുവിനെ വിൽക്കാനുള്ളതാണോ ചോദിച്ചു. അപ്പോൾ അതേ പറഞ്ഞു. എത്ര തരേണ്ടതെന്ന് ചോദിച്ചു. 200 ദിർഹംസ് തരണം എന്ന് പറഞ്ഞു. അല്ല 300 ദിർഹംസ് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു 400 തരട്ടെ ചോദിച്ചപ്പോൾ ഈ കുട്ടി ആ കച്ചവടക്കാരനോട് ചോദിച്ചു, ഞാൻ ഈ പശുവിനെ എത്ര റുപ്യക്കാണ് വിൽക്കേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിക്കുക, അതാ കാര്യം. ഇതൊരു കാര്യം ചെയ്യ്, ഈ പശു തന്നെ ആവശ്യമാണെന്ന് പറഞ്ഞ് ഒരു കൂട്ടർ നിൻ്റെ അടുക്കൽ വരും. അപ്പോൾ ഈ പശുവിനെ അറുത്ത് അതിൻ്റെ തോലിങ്ങനെ വിരിച്ച് അതിൽ മൂടാൻ മാത്രം സ്വർണ്ണ നാണയം തരികയാണെങ്കിൽ പശുവിനെ വിൽക്കാം എന്ന് നീ പറയണം എന്ന് പറഞ്ഞു. തിരിച്ചു വന്ന് ഉമ്മാനോട് വിവരമൊക്കെ പറഞ്ഞു. ഉമ്മ, ഇന്നും ഞാൻ പശുവിനായിട്ട് മാർക്കറ്റിൽ പോയപ്പോൾ ഒരാളെ കണ്ടു. അയാൾ വീണ്ടും വില കൂട്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അയാളോട് ഇങ്ങനെ ചോദിച്ചു, എത്ര റുപ്യക്ക് അത് വിൽക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ തോല് നിറയെ സ്വർണത്തിന് വിറ്റാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പശുവിനായിട്ട് വന്നിട്ടുണ്ട്, നമ്മൾ തൊഴുത്തിലുണ്ട് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ എന്നാൽ നീ മോൻ അയാൾ പറഞ്ഞ മാതിരി ചെയ്താൽ മതിയർ. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ഒരിക്കൽ ഒരാൾ റോഡ് സൈഡിൽ കൊല്ലപ്പെട്ട് കിടക്കുന്നത് കണ്ടു. കൊലയാളിയെ ആർക്കും അറിയില്ല. വലിയ തർക്കമായി, ആരാണ് കൊലയാളി എന്നറിയണം. വലിയ തർക്കവും പ്രശ്നവുമായി. അവസാനം മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്നിധാനത്തിൽ വിവരെത്തി. മഹാനവറുകളോട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളൊരു പശുവിനെ വാങ്ങിയിട്ട് ആ പശുവിനെ അറുത്ത് അതിൻ്റെ വാല് കൊണ്ട് ഇയാളങ്ങനെ അടിച്ചാൽ അയാൾ എഴുന്നേറ്റ് നിന്നിട്ട് ആരാ എന്നെ കൊന്നത് എന്ന് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ചോദിച്ചു, ആ പശുവിന് എത്ര വലുപ്പമുണ്ട് ചോദിച്ചു. അപ്പോൾ മഹാനവറുകൾ അതിൻ്റെ ഒരു വലുപ്പം പറഞ്ഞു. അപ്പോൾ ഒരു ചോദിച്ചു, അതിൻ്റെ നിറം എന്താണ് ചോദിച്ചു. അപ്പോൾ മുമ്പൊരു നിറം പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ഓരോ വിശേഷണങ്ങൾ ഇങ്ങനെ ചോദിച്ച് പറയിപ്പിച്ച് കുറേ കാര്യങ്ങൾ പറയിപ്പിച്ച് അങ്ങനെ ഈ പറഞ്ഞ വിശേഷണങ്ങളുള്ള പശുവിനെ ഓലങ്ങനെ തിരഞ്ഞു നടന്നു. വാസ്തവത്തിൽ ഓലിക്ക് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പശുവിനെ അറുത്തുങ്ങാണ്ട് അതിൻ്റെ വാലുകൊണ്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പശുവിനെ അറുത്തുങ്ങാണ്ട് അതിൻ്റെ വാലുകൊണ്ട് അടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഓല് വേണ്ടാത്ത കുറേ ചോദ്യം ചോദിക്കുകയാണ്. ആ പശു എങ്ങനെ, അതിൻ്റെ നീളം എത്രയാണ്, അത് എത്ര തടി ഉണ്ടാവും, എത്ര കിലോ തൂക്കം ഉണ്ടാവും, അതിൻ്റെ കളർ എന്തേക്കാനും, ഏകദേശം ഏത് ഭാഗത്താണ് അതുള്ളത്, അങ്ങനെയൊക്കെ ചോദിച്ച് ഒരു കോംപ്ലിക്കേറ്റ് ആക്കിയതാണ്. അവസാനം ഏതായാലും ഇവര് ചോദിച്ചറിഞ്ഞതനുസരിച്ചുള്ള പശുവിനെ അന്വേഷിച്ച് നടന്നു. അവസാനം ഈ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ ഒത്ത ഒരു പശു ആകെ ഉള്ളൂ എന്ന് മനസ്സിലായി. അത് ഈ കുട്ടിയുടെ വീട്ടിലുള്ള പശുവാണ്. പശുവിനെ വിൽക്കണമെന്ന് ചോദിച്ചു. വിൽക്കാറുണ്ട്, എത്ര തരേണ്ടി ചോദിച്ചു. ഈ പശുവിനെ അറുത്തിട്ട് അതിൻ്റെ തോല് വിരിച്ചിട്ട് അതിൽ മൂടാൻ മാത്രം സ്വർണം തരണമെന്നാൽ തരാറ്. ഓൽക്കാണെങ്കിൽ കൊലപാതകം തെളിയിക്കൽ ആവശ്യമാണ്. അതിന് ഈ പശുവിനെ തന്നെ കിട്ടും വേണം. ഈ പശുവിനാണെങ്കിൽ അതിൻ്റെ തോല് മൂടാൻ മാത്രം സ്വർണ്ണ നാണയത്തിനല്ലാതെ കിട്ടൂല. പല നിലക്കും അവർ ചോദിച്ചു നോക്കി. അപ്പോഴൊക്കെ പറഞ്ഞു ഇതിനെ തരുള്ളൂ, വേറെ ഞേൽ വ്യത്യാസമൊന്നുമില്ല, വില തന്നെയാണ്, തോല് നിറയെ സ്വർണം. അങ്ങനെ അവസാനം പശുവിനെ അറുത്ത് അതിൻ്റെ തോൽ നിറയെ സ്വർണം തരാം എന്ന കരാറിൽ അവർ പശുവിനെ വാങ്ങുകയും അറുത്ത് തോല് നിറയെ സ്വർണം കൊടുത്ത് വാലുകൊണ്ട് ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യനെ അടിച്ചപ്പോൾ അയാൾ എഴുന്നേറ്റ് നിൽക്കുകയും തന്നെ കൊല ചെയ്തത് ആരാണെന്ന് പറയുകയും ചെയ്ത് വീണ്ടും മരണപ്പെട്ടു എന്നതാണ് ചരിത്രം. ഈ ചരിത്രത്തിലേക്ക് സൂചന നൽകുന്ന 2 വാക്കുകൾ സൂറത്തുൽ ബഖറയിലുണ്ട് എന്നതാണ് ആ സൂറത്തിന് പശു അധ്യായം എന്ന് പേര് ലഭിക്കാനുണ്ടായ കാരണം. ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു കുട്ടിയാണിത്. ഖുർആൻ പരിചയപ്പെടുത്തിയൊരു കുട്ടിയാണിത്. നമുക്കതിലൊരുപാട് പാഠങ്ങളുണ്ട്. ഇമ്മാനെയും വാപ്പാനെയും നോക്കിയോന് കുടുങ്ങൂല എന്നർത്ഥം. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇമ്മാനെയും വാപ്പാനെയും നോക്കിയോൻ അല്ലാഹു തആല സംവിധാനിക്കുന്ന ഓരോ സംവിധാനങ്ങൾ നോക്കണം. ഈ കുട്ടിക്ക് ഒരു പശുവിൻ്റെ തോല് നിറയെ സ്വർണം കൊടുക്കാൻ വേണ്ടി അള്ളാഹു ചെയ്തിട്ടുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇമ്മാനെയും വാപ്പാനെയും നോക്കിയവൻ ഒരിക്കലും കുടുങ്ങൂല.